ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടൊരു വീഡിയോ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തയ്യലിൻ്റെ ABCD പോലും അറിയാത്തവർക്ക് വരെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന മോഡലാണ് കേട്ടോ ഇത്. അതായത് ഇതിൽ ആകെ രണ്ട് കട്ടിങ്ങേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങും പെട്ടെന്ന് തന്നെ തീരും കേട്ടോ. ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു കംപ്ലീറ്റ് ഡ്രസ്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് ചെയ്തിരിക്കുന്നത് നൈറ്റി ബിറ്റ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ് ലേറ്റ് ആക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. ആദ്യമേ തന്നെ നമുക്ക് ഈ ഒരു നൈറ്റി തുണി എങ്ങനെയാണ് മടക്കിയിടേണ്ടതെന്ന് നോക്കാം. സാധാരണ നമ്മൾ 4ആയിട്ട് മടക്കിയിടില്ലേ, അതുപോലെ തന്നെ മടക്കിയിട്ടാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ അറിയാത്തവർക്ക് ഞാൻ ജസ്റ്റ് പേപ്പറിലൊന്ന് മടക്കി കാണിക്കാം. അപ്പം ഞാൻ പേപ്പറിൽ എങ്ങനെയാണോ കാണിക്കണത് അതുപോലെ തന്നെ മടക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റി മെറ്റീരിയൽ എന്ന് വിചാരിക്കുക. ആദ്യമേ തന്നെ ഇതിനൊന്ന് ഹാഫായിട്ട് മടക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് മടക്കിയിട്ടുണ്ട്. ഇനി ഒരു മടക്കും കൂടി മടക്കുക. ഇതുപോലെ ഒരു മടക്കും കൂടി മടക്കി കൊടുക്കുക. ഈ ഒരു രീതിക്ക് തന്നെയാണ് ഞാൻ ഇവിടെയും തുണി മടക്കിയിട്ടിരിക്കണേ. നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ മടക്ക് വെച്ചാണ് വരണേ. അതുപോലെ തന്നെ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് മടക്കാണ് കേട്ടോ. ഈ ഒരു മുകൾ ഭാഗം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, 2 പീസായിട്ട് മടക്ക് വെച്ചാണ്. കണ്ടില്ലേ, 2 പീസായിട്ട് മടക്ക് വെച്ചാണ് ഈ ഒരു മുകൾ ഭാഗത്ത് വരണേ. അതുപോലെ തന്നെ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡ് കംപ്ലീറ്റ് ഓപ്പൺ ആണ്. കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ടുള്ള സൈഡാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു അടിഭാഗവും കംപ്ലീറ്റ് ഓപ്പൺ ആണ്. അപ്പൊ ഈ ഒരു പേപ്പർ എങ്ങനെയാണോ മടക്കിയ അതുപോലെ തന്നെ ഈ ഒരു നൈറ്റി തുണി മടക്കിയിട്ടാൽ മതി കേട്ടോ. ഇനി നമുക്കിതിൽ മെഷർമെന്റ്സ് മാർക്ക് ചെയ്യാം. അപ്പൊ നമ്മളിവിടെ തുണി 4ആയിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഈ ഒരു ടേപ്പ് മുകൾ ഭാഗത്ത് വെച്ചിട്ട് നേരെ അടിയിലേക്ക് എനിക്ക് ആവശ്യമുള്ള ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ 44 ഇഞ്ച് ലെങ്ത് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കണേ. അപ്പൊ 44 ഇഞ്ച് ലെങ്ത് ഇത് എവിടെയാണ് വരുന്നത്, ഞാൻ അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ലൈൻ സ്ട്രെയിറ്റ് അറ്റം വരെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ 44 ഇഞ്ചിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ടോപ്പിനുള്ള തുണിയാണ്. ഇങ്ങോട്ടുള്ളത് നമ്മുടെ സ്ലീവ്സിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ ഈ ഒരു സ്ലീവ്സിനുള്ള തുണി ഞാൻ ഇങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ്. നമ്മൾ അടിഭാഗത്ത് കുറച്ച് തുണി കട്ട് ചെയ്ത് മാറ്റിയില്ലേ സ്ലീവ്സിന് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞിട്ട്, ആ ഒരു തുണിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തു വെച്ചിരിക്കണേ. അപ്പോൾ നിങ്ങളത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതുപോലെ 2 പീസ് തുണി കിട്ടും. അപ്പോൾ ഇതിൽ ഒരു പീസ് തുണി ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ഈ ഒരു പീസ് തുണിയും കൊണ്ടാണ് നമ്മൾ 2 സൈഡിലേക്കുള്ള സ്ലീവ്സ് ചെയ്തെടുക്കണേ. ഇനി നമുക്ക് സ്ലീവ്സ് ചെയ്തെടുക്കാനായിട്ട് തുണി എങ്ങനെയാണ് മടക്കിയിടേണ്ടതെന്ന് നോക്കാം. ഇപ്പൊ കിടക്കുന്നത് തുണി ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കിയിട്ടേക്കാണ്. ഒന്ന് ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് മടക്കിയിട്ടു. ഇനി ഒരു മടക്കും കൂടി മടക്കി കൊടുക്കുക. ഒരു മടക്കും കൂടി മടക്കി കൊടുക്കുക കേട്ടോ. അപ്പൊ ഇതുപോലെ ഞാൻ തുണി മടക്കി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. കംപ്ലീറ്റ് മടക്ക് വരുന്ന വശം ഈ ഒരു സൈഡിലാണ്. അതുപോലെ തന്നെ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് 2 പീസ് ഓപ്പൺ ആണ്. പിന്നെ ഒരു പീസ് ഇതുപോലെ മടക്ക് വശം വരുന്നുണ്ട്. ഈ ഒരു മുകൾ ഭാഗവും അടിഭാഗവും കംപ്ലീറ്റ് ഓപ്പൺ ആണ് കേട്ടോ. അടിഭാഗവും ഇതുപോലെ കംപ്ലീറ്റ് ഓപ്പൺ ആണ്. അപ്പൊ ഈ ഒരു രീതിക്കാണ് കേട്ടോ ഞാൻ സ്ലീവ്സിനായിട്ട് തുണി മടക്കിയിട്ടിരിക്കണേ. നമ്മൾ സ്ലീവ്സ് ഒക്കെ ഇപ്പൊ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പിന്റെ മെഷർമെന്റ്സ് മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ ഈ ഒരു മുകൾ ഭാഗത്ത് ഞാൻ ആദ്യമേ തന്നെ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഇവിടെ 2 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു ലൈൻ സ്ട്രെയിറ്റ് അറ്റം വരെ വരച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ 2 ഇഞ്ചിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ലീവ്സിന്റെ തുണിയില്ലേ, അത് നമുക്ക് ഈ ഒരു അറ്റ ഭാഗത്ത് വെച്ചു കൊടുക്കാം. അപ്പൊ ഇതുപോലെ സ്ലീവ്സിന്റെ തുണി ഞാൻ ഇവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ വെക്കണേ ഞാൻ പറഞ്ഞുതരാം. ഇവിടെയാണ് കംപ്ലീറ്റ് മടക്ക് വരുന്ന സൈഡ് കേട്ടോ. കംപ്ലീറ്റ് മടക്ക് വെച്ച് ഇവിടെയാണ്. ഈ ഒരു സൈഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ 2 പീസ് ഓപ്പൺ ആണ്. 2 പീസ് ഓപ്പൺ ആണ്. പിന്നെ ഒരു പീസ് ഇതുപോലെ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗം ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ കാട്ടിയില്ലേ. അപ്പൊ ആ ഒരു ഭാഗം ഈ ഒരു അറ്റത്താണ് വരണ്ടേ. കംപ്ലീറ്റ് മടക്ക് വശം ഈ ഒരു സൈഡിലുമാണ് കേട്ടോ വെക്കണ്ടേ. ഇനി അടുത്തായിട്ട് നമ്മൾ ഈ വരച്ച ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, അത് നമുക്ക് ഈ ഒരു സ്ലീവ്സിന്റെ തുണിയിലും കാണാൻ ഭാഗത്തിന് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ 2 ഇഞ്ചിൽ ഞാൻ സ്ട്രെയിറ്റ് ലൈൻ ഈ ഒരു സ്ലീവ്സിന്റെ തുണിയിലും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്.
അപ്പൊ അതേ 2 ഇഞ്ച് നമ്മൾ ഈ ഒരു സ്ലീവ്സിന്റെ തുണിയിലും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അറ്റത്ത് നിന്ന് ഇങ്ങോട്ട് 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ അതേ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ 4.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇവിടെയാണ് കേട്ടോ ആ ഒരു 4.5 ഇഞ്ച് വരണേ. നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, ആ ഒരു പോയിന്റിൽ ടേപ്പ് വെച്ചിട്ട് നേരെ അടിയിലേക്ക് നമുക്ക് 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത് 8 ഇഞ്ച് ഇത് എവിടെയാണ് വരണേ, ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ഞാൻ 8 ഇഞ്ച് മാർക്ക് ചെയ്തു. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് വരുന്നത് 4.5 ഇഞ്ചാണ്. ഇനി നമുക്ക് ഈ ഒരു പോയിന്റും ഇതുപോലെ സ്കെയിൽ വെച്ച് വരച്ചെടുക്കാം കേട്ടോ. അപ്പൊ അത് ഇതുപോലെ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതങ്ങ് കട്ട് ചെയ്യാം. അപ്പൊ കട്ട് ചെയ്യണേക്ക് മുമ്പായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഒരു 2 ഇഞ്ചിൽ ഒരു ലൈൻ വരച്ചില്ലേ, അവിടെ വെച്ച് ഈ ഒരു തുണീനെ നമുക്കൊന്ന് ഹാഫ് ആയിട്ട് മടക്കാം. 2 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു ലൈൻ വെച്ചിട്ട് ഈ ഒരു തുണീനെ ഇതുപോലെ ഒന്ന് ഹാഫ് ആയിട്ട് മടക്കി കൊടുക്കുക. അപ്പൊ അതേ ഞാൻ ഇതുപോലെ മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങ് നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒരു തുണി മടക്കിയിട്ടേക്കല്ലേ, അപ്പോൾ കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് നമുക്ക് മുറിച്ചെടുക്കാനായിട്ട് കുറച്ച് പാടുണ്ട്. അപ്പോൾ പയ്യെ നിങ്ങൾ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കളയാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ലീവ്സിന്റെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് അങ്ങ് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു ലൈനില്ലേ, അവിടുന്ന് നേരെ അടിയിലേക്ക് ഒരു 12.5 ഇഞ്ചില് ഞാൻ ജസ്റ്റ് ഈ ഒരു അറ്റത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഒരു 12.5 ഇഞ്ചിൽ ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചുമ്മാ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ. ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു 1 ഇഞ്ച് മാർക്ക് ചെയ്യാം കേട്ടോ. 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തൊന്ന് വരച്ചു കൊടുക്കുകയാണ്. ഇതിന്റെ ആവശ്യമില്ല, വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പാർട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് അങ്ങ് കട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇതുപോലെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡ്രസ്സുകളുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തു. ഇനി നമുക്കിത് കളയാം. ഇത്രേ ഉള്ളൂ, നമ്മുടെ കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഈ ഒരു ടോപ്പിന്റെ മുകൾ ഭാഗം ഇതുപോലെ മടക്ക് വെച്ചാണ് നമുക്ക് അതൊന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു മുകൾ ഭാഗം ഞാൻ ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കോട്ടൺ നൈറ്റി മെറ്റീരിയലിലാണ് ഈ ഒരു മോഡൽ ചെയ്തത്. അപ്പോൾ ഈ ഒരു കോട്ടണിൽ ചെയ്തപ്പോൾ എനിക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടോ. നെക്കിൽ ആ ഫ്രിൽസൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പീസ് വരുന്നത് ഫ്രണ്ടിലേക്കും ഒരു പീസ് ബാക്കിലേക്കും, അങ്ങനെ 2 പീസ് തുണി നമുക്ക് കിട്ടും കേട്ടോ. അതിലൊരു പീസ് തുണി ഇവിടെ വെച്ചിട്ട് മറ്റേ പീസ് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ സ്ലീവിന്റെ തുണി ഞാൻ ജസ്റ്റ് ഒന്ന് നിവർത്തി കാണിക്കാം കേട്ടോ. അപ്പൊ ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് വരിക. ഇവിടെയും ഒരു ജോയിന്റ് വരുന്നുണ്ട്, നമുക്ക് അതൊന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇവിടെ ഒരു ജോയിന്റ് വരുന്നുണ്ട്, നമുക്ക് അതൊന്ന് സെപ്പറേറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് 2 സൈഡിലേക്കും വെക്കാനായിട്ട് 2 സ്ലീവ് നമുക്ക് കിട്ടും കേട്ടോ. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അടുത്തായിട്ട് ബോഡി പാർട്ടിലേക്ക് ഈ ഒരു സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ടോപ്പിന്റെ നല്ല വശത്തിന്റെ മുകൾ ഭാഗത്തേക്കായിട്ട് നമ്മൾ സ്ലീവിന്റെ നല്ല വശം ചേർത്ത് വെക്കണം. അപ്പൊ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ വേണം വെച്ച് കൊടുക്കാനായിട്ട്. അപ്പൊ ഈ 2 സൈഡിലും ഷേപ്പ് ഒരുപോലെ തന്നെയാണ് കേട്ടോ, നമ്മൾ ഒരുമിച്ചാണല്ലോ കട്ട് ചെയ്തേ. അപ്പൊ 2ന്റെ നല്ല വശങ്ങൾ ചേർത്ത് വെക്കുക. ഇനി നമുക്ക് ഈ ഒരു മുകൾ ഭാഗത്തു നിന്ന് അടിയിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇവിടെ നിന്ന് അടിയിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ തന്നെ ആ ഒരു സൈഡിലും നമ്മൾ സ്ലീവ് വെച്ച് കൊടുക്കണം കേട്ടോ. ഈ ഒരു സൈഡിലും ഞാൻ സ്ലീവ് ഒന്ന് വെച്ച് കാണിച്ചു തരാം. ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കറക്റ്റ് ആയിട്ട് ഈ ഒരു സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്യാം. അപ്പൊ 2ന്റെയും സ്ലീവ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം കേട്ടോ. അപ്പൊ നമുക്കിനി സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം. കണ്ടില്ലേ, ഈ ഒരു ഷേപ്പ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ സ്ലീവ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഇനി അപ്പുറത്തെ സൈഡിലും സ്ലീവ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അങ്ങനെ നമ്മൾ രണ്ട് സൈഡിലും സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ദേ ഇതുപോലെയാണ് കേട്ടോ. രണ്ട് സൈഡിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡുമായിട്ട് ഈ ഒരു സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പം അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഈ രണ്ട് സ്ലീവ് ഒന്ന് ഇത് ഇങ്ങോട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പോർഷൻ എടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ബാക്ക് പോർഷനെ നല്ല വശം ഈ ഒരു ഫ്രണ്ട് പോർഷനെ നല്ല വശത്തോട്ട് ചേർത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ദേ ഇതുപോലെ രണ്ടിൻ്റെയും നല്ല വശം ഞാൻ ചേർന്ന് പറഞ്ഞ പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൈഡിലേക്കുള്ള സ്ലീവും കൂടി അറ്റാച്ച് ചെയ്തെടുക്കണം രണ്ട് ഭാഗത്തും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡ് ആദ്യം നോക്കാം. നോക്കുക, ഈ ഒരു സ്ലീവിൻ്റെ ഈ ഒരു സൈഡ് ഇങ്ങനെ എടുക്കുക. ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു ഷേപ്പ് ഒരുപോലെ വരുന്ന പോലെ വെച്ച് കൊടുക്കുക. കണ്ടില്ലേ? ഇതുപോലെ ഒരുപോലെ വരുന്ന പോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇതേ ഷേപ്പിന് തന്നെ നമ്മൾ ആ ഒരു സൈഡിൽ ചെയ്ത പോലെ തന്നെ ഈ ഒരു സൈഡിലും ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ ആ ഒരു സൈഡിലും നമ്മൾ ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു സൈഡിൽ സ്ലീവ് ചെയ്തെടുത്തു. ഇനി അടുത്ത സൈഡും ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ ചാനലിൽ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് ചുരിദാർ കട്ട് ചെയ്യണം മെത്തേഡ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു മെത്തേഡിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും സ്ലീവ് അറ്റാച്ച് ചെയ്തു. ഇനി നമുക്ക് നെക്ക് ചെയ്തെടുക്കാം. അപ്പം നെക്ക് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ആദ്യമേ തന്നെ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചില്ലേ, അത് ഞാൻ ഈ ഒരു ചീത്തവശത്തും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുത്തു. ഇനി അടുത്തതായിട്ട് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ അരികു ഭാഗം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കിയിട്ട് ചുറ്റിനും സ്റ്റിച്ച് ചെയ്ത് പോകും. അപ്പോൾ അത് അങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ വെച്ച് ഈ ഒരു തുണീനെ ഇതുപോലെ ഹാഫായിട്ട് മടക്കും. എന്നിട്ട് ഇതുപോലെ തന്നെ വീണ്ടും ചുറ്റിനും സ്റ്റിച്ച് ചെയ്ത് പോകും കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോണേ. അപ്പം ഞാനത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്നും കൂടിയും പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത 2 ഇഞ്ചിൻ്റെ ലൈൻ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മുകൾ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് ചുറ്റിനും സ്റ്റിച്ച് ചെയ്ത് പോവുക കേട്ടോ. അപ്പോൾ ആ റൗണ്ടിന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം ഞാൻ ഇനി അതാണ് കേട്ടോ ചെയ്യാൻ പോണേ. സാരി യൂസ് ചെയ്തിട്ട് വളരെ ട്രെൻഡിങ് ആയിട്ടൊരു പാർട്ടി വെയർ ഡ്രസ്സിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിലുണ്ട്. കാണാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ചുറ്റിനും ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ഈ വരച്ച ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഈ ഒരു ലൈൻ വെച്ചിട്ട് നമ്മൾ ഈ ഒരു തുണീനെ ഹാഫായിട്ട് മടക്കുക. ചുറ്റിനും ഇതുപോലെ മടക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ അരികത്തേക്കിടെ സ്റ്റിച്ച് ചെയ്ത് പോവുക കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് ഇലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിൽ കയറ്റാനുള്ളതാണ്. അതുകൊണ്ട് ചെറിയൊരു ഗ്യാപ്പ് വിട്ടേക്കുക കേട്ടോ. ഏതെങ്കിലും ഭാഗത്ത് ചെറിയൊരു ഗ്യാപ്പ് വിട്ടേക്കുക ഇലാസ്റ്റിക് കയറ്റാനായിട്ട്. എന്നിട്ട് നമുക്ക് ചുറ്റിനും അടിച്ചു പോവാം കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻസിലൂടെ കാണുമ്പോഴാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഒക്കെ ചെയ്യാൻ തോന്നണേ. അപ്പോൾ ചുറ്റിനും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഞാൻ ചെറിയൊരു ഗ്യാപ്പ് ഇതെവിടെ വിട്ടു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇലാസ്റ്റിക് കയറ്റാനായിട്ട് കേട്ടോ. ബാക്കി റൗണ്ടിനും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു നെക്ക് ചെയ്യാനായിട്ട് ഞാൻ എടുക്കണ ഇലാസ്റ്റിക് ഇങ്ങോട്ടൊന്ന് കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നോക്കുക, ഞാൻ ഇതുപോലെ ഇലാസ്റ്റിക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഇലാസ്റ്റിക് കയറ്റാൻ പാകത്തിന് നമ്മളൊരു ഹോൾ ഉണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേ ഇങ്ങനെ വെച്ചിട്ട് ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുകയാണ്. ഇതിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകും. അതായത് ഈ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ വന്നിട്ട് ഇലാസ്റ്റിക് കയറ്റും. അങ്ങനെയാണ് കേട്ടോ നമ്മൾ ചെയ്യണേ. നിങ്ങൾക്ക് ഐഡിയ ക്ലിയർ ആയെന്ന് വിചാരിക്കണോ? ഇലാസ്റ്റിക് കയറ്റി വിടാൻ പാകത്തിന് നമ്മളൊരു ഹോൾ ഉണ്ടാക്കുകയാണ്. കണ്ടില്ലേ? അപ്പം ഞാൻ ഈ ഒരു ലെങ്ത്തിൽ ഞാൻ ചുറ്റും സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് കേട്ടോ. അപ്പം ഇനി അടുത്ത് ഞാൻ അതാണ് കേട്ടോ ചെയ്യാൻ പോണേ. ഇതൊരു 15 മിനിറ്റിലൊക്കെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. വീഡിയോ കുറച്ച് ലെങ്തിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തുടക്കക്കാർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. നിങ്ങൾ സ്വന്തം ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഇലാസ്റ്റിക് കയറ്റാൻ പാകത്തിന് ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഞാൻ ഇതിലിടാനായിട്ട് ഇലാസ്റ്റിക് എടുക്കുകയാണ്. ഇതിൻ്റെ ലെങ്ത്ത് പറയുന്നത് 21 ഇഞ്ചാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കണേ. ഇനി നമ്മൾ സാധാരണ ഇലാസ്റ്റിക് കയറ്റണ പോലെ തന്നെ ചെയ്താൽ മതി. ഞാനൊരു പിന്ന് യൂസ് ചെയ്തിട്ട്
നമ്മളൊരു ഹോൾ ഇട്ടുണ്ടായിരുന്നില്ലേ, അതിൽ കൂടെ ഈ ഒരു ഇലാസ്റ്റിക് കയറ്റുകയാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ കയറ്റിയിട്ട് അപ്പുറത്തെ സൈഡിൽ കൂടെ നമ്മൾ കൊണ്ടുവരണം. അപ്പോൾ അതാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്യണേ. അപ്പോൾ ഇതുപോലെ ഞാൻ അറ്റം വരെ ഈ ഒരു ഇലാസ്റ്റിക് കയറ്റിയതിന് ശേഷം കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് ഇതുപോലെ ചുരുക്കി എടുത്തിട്ടുണ്ട്. 21 ഇഞ്ചിലാണ് കേട്ടോ നമ്മൾ ഇലാസ്റ്റിക് എടുത്തത്. ഇനി നമുക്ക് ഈ ഒരു ഇലാസ്റ്റിക്കിൻ്റെ 2 അറ്റവും എടുക്കുക. ഇനി അടുത്തായിട്ട് ഈ 2 ഇലാസ്റ്റിക്കിൻ്റെയും അറ്റം ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഇലാസ്റ്റിക് ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. 3-4 സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇലാസ്റ്റിക് നമുക്ക് ഉള്ളിലേക്ക് ഇട്ടിട്ട് ഈ ഒരു ഗ്യാപ്പ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇലാസ്റ്റിക് കയറ്റാനായിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിനുശേഷം ഇലാസ്റ്റിക് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ വരുന്ന പോലെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. കണ്ടില്ലേ, നമ്മൾ ഇലാസ്റ്റിക് നീറ്റായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ഈ ഒരു സ്ലീവിൻ്റെ അരികു ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ മടക്കിയിട്ട് അറ്റം വരെ, സ്ലീവിൻ്റെ അറ്റം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ മറ്റേ സൈഡിലും നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ സ്ലീവിൻ്റെ അരികുവശം ഇതുപോലെ മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി ആ മടക്കി അടിച്ചതിന്ന് 1.25 ഇഞ്ചിൽ ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ ഇതുപോലെ അറ്റം വരെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സ്ലീവിൽ വെച്ച് കൊടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ഇലാസ്റ്റിക് എടുത്തു. അപ്പോൾ ഈ ഒരു ഇലാസ്റ്റിക്കിൻ്റെ നീളം എന്ന് പറയുന്നത് 13.5 ഇഞ്ചാണ്. അത് നിങ്ങളുടെ കൈവണ്ണം അനുസരിച്ച് എടുക്കുക കേട്ടോ. അതെങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തോളൂ കേട്ടോ. ഞാൻ 13.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ലൈൻ വരച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ മിഡിലായിട്ട് ഞാൻ ഈ ഒരു ഇലാസ്റ്റിക് വെച്ചിട്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് വലിച്ചു പിടിച്ചിട്ട് അറ്റം വരെ സ്റ്റിച്ച് ചെയ്യൂ കേട്ടോ. ക്ലിയർ ആയല്ലോ? വലിച്ചു പിടിച്ച് അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന്. മടക്കി അടിക്കേണ്ടതൊക്കെ ഞാൻ ഇതുപോലെ വീഡിയോ എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചാനലിൽ ബിഗിനേഴ്സ് കുറേ പേരുണ്ട്. അപ്പോൾ അവർക്കും ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ആവും. അടുത്ത് എന്താ ചെയ്ത് അത് എങ്ങനെയാണ് ചെയ്യണമെന്നൊക്കെ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് കേട്ടോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഞാൻ വീഡിയോയിൽ കാണിക്കണേ. സ്ലീവിൻ്റെ അറ്റത്ത് ഞാൻ ഇതുപോലെ ഇലാസ്റ്റിക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അധികം ചുരുക്കൊന്നുമില്ല കേട്ടോ, ചെറിയൊരു ചുളുക്ക് മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ സ്ലീവിന് ഇത്രയും കൂടിയും തുണി കൂടുതൽ എടുക്കുകയാണെങ്കിൽ നല്ലോണം ചുരുക്കും. പിന്നെ നമുക്ക് നല്ല നീട്ടമാണെങ്കിൽ അതിനനുസരിച്ച് സ്ലീവിന് നമുക്ക് തുണി എടുക്കാം കേട്ടോ. ഇത് ഞാൻ അധികം തുണി സ്ലീവിനായിട്ട് എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് കുറച്ച് ചുളുക്ക് മാത്രം നമുക്ക് കിട്ടിയത്. അപ്പോൾ സ്ലീവിന് നമുക്ക് കൂടുതൽ തുണി എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തോളൂ കേട്ടോ. ചെറിയൊരു ചുളുക്കേ വന്നിട്ടുള്ളൂ, അത് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത സൈഡും ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ നെക്കും അതുപോലെ തന്നെ സ്ലീവ്സും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യണ ടൈമിൽ 12.5 ഇഞ്ചിൽ നമ്മളൊന്ന് ഷേപ്പ് മാർക്ക് ചെയ്തായിരുന്നു. ആ ഒരു 12.5 ഇഞ്ചിൽ ഞാൻ ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഇലാസ്റ്റിക് ഞാൻ 16 ഇഞ്ചിൽ ഒരു ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലീവ്സ് ചെയ്ത പോലെ തന്നെ വലിച്ചു പിടിച്ചിട്ട് ഈ ഒരു ഇലാസ്റ്റിക് അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ ഇനി അതാണ് ചെയ്യാൻ പോണേ. അപ്പോൾ ഇതുപോലെ തന്നെ ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ ഇലാസ്റ്റിക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് 16 ആണ് കേട്ടോ. ഇനി നമ്മൾ ഈ വരച്ച ലൈനിൽ കൂടെ നമുക്ക് ഇലാസ്റ്റിക് ഒന്ന് വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ഇതിനു മുമ്പ് ഒരു ചുരിദാർ കട്ടിങ്ങിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ട് എത്രയും പെട്ടെന്ന് ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ. ഒരുപാട് പേര് അതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ എക്സാം നടക്കുകയാണ്, അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇടാൻ ലേറ്റ് ആവുന്നത്. അപ്പോൾ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാം. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമുക്ക് ഈ ഒരു സൈഡ് ഒന്ന് ഷേപ്പ് ചെയ്യുക, അടിഭാഗം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടും ചെയ്തതിന് ശേഷം ഫൈനൽ ലുക്ക് കാണിക്കാം. കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ കട്ടിങ്ങും അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങും ഇവിടെ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബിഗിനേഴ്സ് ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷനോ ഡൗട്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ എൻഡിങ്ങിലും ജസ്റ്റ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു കോട്ടൺ മെറ്റീരിയലിൽ ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.